ഹായ്, നമസ്കാരം. 1500-ലധികം ഉദ്യോഗാർത്ഥികൾ LP-UP ലിസ്റ്റിൽ എൻട്രിയിലൂടെ ഇടം പിടിച്ച ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് സ്റ്റുഡിയോയിൽ എത്തിയത്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു സമയത്താണ് നിങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. ഒന്നാമതെത്താൻ ഓൺലൈനായിട്ടും പഠിച്ചാൽ മതി എന്ന് വീണ്ടും ഒരിക്കൽ കൂടി എൻട്രി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അടുത്ത LP-UP എക്സാം ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ഇൻസ്പിറേഷൻ മാറണം. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ 2027 നടക്കാൻ പോകുന്ന എക്സാമിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിൽ റാങ്ക് ലിസ്റ്റിന്റെ തൊട്ട് അടുത്ത് വന്നിട്ട് നഷ്ടപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ അല്പം പിന്നിലായി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ, അതുപോലെ DLD പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാകുന്നതിന് മുൻപ് ഒരു തവണ കൂടി നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയുള്ള LP-UP എക്സാം എഴുതാനുള്ള അവസരമുണ്ട്. ആ അവസരത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ പോസ്റ്ററുകളിൽ ഇടം പിടിച്ച 1, 2, 3, 4, 5, 10, 100 റാങ്കുകളൊക്കെ നേടിയിട്ട് റാങ്ക് ലിസ്റ്റ് ഇടം പിടിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് ഒരു ശ്രമം നമുക്ക് കൂട്ടായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ LP-UPയുടെ സമയത്ത് നമ്മൾ എൻട്രിയിലൂടെ ഇനീഷ്യേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ചോദ്യപ്പെട്ടി എന്ന് പറയുന്നത്. അതിൽ സൈക്കോളജിക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സുകൾ മുമ്പോട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഏതാണ്ട് 110ഓളം പാർട്ടുകളിലായിട്ട് ആ ചോദ്യപ്പെട്ടിയുടെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് യൂട്യൂബിലൊക്കെ ലൈവിൽ വരുന്ന സമയത്ത് കൂടുതൽ പേര് റിക്വസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടൊരു കാര്യം, സയൻസിന് വേണ്ടിയിട്ടും ഇങ്ങനെ മറ്റ് സബ്ജക്റ്റുകളിലും ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഒരു LP-UPയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സയൻസിന്റെ ചോദ്യപ്പെട്ടി കൂടിയാണ്. അതായത് സൈക്കോളജി ചോദ്യപ്പെട്ടി നമ്മുടെ കയ്യിലുണ്ട്, അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വീണ്ടും നിങ്ങളിലേക്ക് അതിലെ കണ്ടന്റ് കൂടുതൽ ക്വസ്റ്റ്യൻസിലൂടെ ആഡ് ചെയ്യപ്പെടും. കഴിഞ്ഞ തവണ 20 ക്വസ്റ്റ്യൻസിൽ 19 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ആ ഒരു പാക്കിലൂടെ തന്നെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്കറിയാം സൈക്കോളജി 20 മാർക്ക് അങ്ങനെ നിൽക്കുന്നു. ദെൻ 26 മാർക്ക് പഴയ സിലബസ് വെച്ചിട്ടാണ് 26 മാർക്ക്, പിന്നെ ഒരു 4 മാർക്ക് പെഡഗോഗി കൂടി ഉണ്ട്. അപ്പോൾ 26 മാർക്കിന്റെ സയൻസ് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഒരു ഏതാണ്ട് ഒരു 150 മാർക്കിന്റെ ഏരിയയാണ് സയൻസ്, സൈക്കോളജി, പെഡഗോഗി ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ സയൻസിനെ കൂടി നമ്മൾ ഇത്തരത്തിൽ പരമാവധി ചോദ്യങ്ങളിലൂടെ, അത് SCERT ടെക്സ്റ്റ് ബുക്കുകളെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്നുള്ളതാണ് സയൻസിന്റെ ചോദ്യപ്പെട്ടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത് തുടക്കം വെച്ച് നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ സൈക്കോളജിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന ശേഷമാണ് നമ്മൾ ചോദ്യപ്പെട്ടിയിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ വളരെ നേരത്തെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. സയൻസ് ബാലികേറാമലയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ അത് ലളിതമാക്കി തരാനായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ടുള്ള അവസരമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം കെമിസ്ട്രിയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഹയർ സെക്കൻഡറി കണ്ടന്റ് വരെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഫിസിക്സിനൊക്കെ ഹൈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് LP ക്വസ്റ്റ്യൻ പേപ്പറുകൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ഡെപ്തിലൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് തുടങ്ങി വയ്ക്കുകയാണ് ചോദ്യപ്പെട്ടിയുടെ സയൻസിന്റെ ആദ്യത്തെ ക്ലാസ്. അതിൽ ഫിസിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിലെ മോഷൻ എന്ന് പറയുന്ന, ചലനം എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, അത് NCERT ടെക്സ്റ്റ് ബുക്കുകളിലും SCERT ടെക്സ്റ്റ് ബുക്കുകളിലും ഒരുപോലെ പ്രാധാന്യത്തോട് കൊടുത്തിരിക്കുന്ന ഒരു കണ്ടന്റ്. പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വന്ന സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പഠനം നമ്മളൊന്നുകൂടി മെച്ചപ്പെടുത്തി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് സ്വയം വിലയിരുത്തുക. കിട്ടുന്നില്ല എങ്കിൽ ആ ടോപ്പിക്ക് വളരെ ഡെപ്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. ഒന്നാമത്തെ ചോദ്യം HSA LP-UP ചോദ്യപ്പെട്ടി സയൻസിൽ ഫിസിക്സിന്റെ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ, നിശ്ചലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. നിശ്ചലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അത് ഡയനാമിക്സ് ആണോ, സ്റ്റാറ്റിക്സ് ആണോ, ഒപ്റ്റിക്സ് ആണോ, അക്കോസ്റ്റിക്സ് ആണോ? നിശ്ചലാവസ്ഥ, ചലിക്കാത്ത അവസ്ഥ അല്ലേ? നിശ്ചലം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്സ് ആണ് എന്നുള്ള ഓർത്തിരിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടൈമാണ് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുക. സ്റ്റാച്ചു, ഇതൊക്കെ അതിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. സ്റ്റാറ്റിക്സ്, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചിട്ടുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെയാ ഡൈനാമിക്സ് അല്ലെങ്കിൽ കൈനറ്റിക്സ്, കൈനമെറ്റിക്സ്, ഇങ്ങനത്തെ ടൈമൊക്കെ നമ്മൾ ചലനത്തിലുള്ള വസ്തുക്കളെ കുറിച്ച് പറയുന്നതാണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചലനാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ഓർത്തിരിക്കുക. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. ഡൈനാമിക് ആയിരിക്കുക എന്നുള്ള വേർഡിൽ തന്നെ അല്ലേ, ഡൈനാമിക് ആയിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ചലനാത്മകമായിട്ടുള്ള എന്നുള്ള രീതിയിലാണ്. അതായത് എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നവരെയൊക്കെയാണ് ഡൈനാമിക് പേഴ്സൺ എന്നൊക്കെ നമ്മൾ വിളിക്കുക. അതുപോലെ തന്നെ ഡൈനാമിക്സ് എന്ന് പറയുന്ന മോഷനിലേക്കുള്ള വസ്തുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ ചലനത്തിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ്
സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ്. അതായത് നിങ്ങൾ ഒരു ഇപ്പോൾ 10th വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പരിശോധിച്ചാലും 11th ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ചാലും അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്, അതുകൂടി അവിടെ അറിഞ്ഞു പോകണം. ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള, ലൈറ്റിനെ കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ഇതൊക്കെ ഓർത്തിരുന്നോ, പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ പഠനങ്ങൾ, ശാഖകളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദോലനത്തിന് ഉദാഹരണമല്ലാത്തത്. അപ്പൊ ചലനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ദോലനം എന്നൊക്കെ പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ പോലും വിവിധ തരം ചലനങ്ങളുണ്ട്. ദോലനം, കമ്പനം, പരിക്രമണം, അതേപോലെ ഭ്രമണം, നേർരേഖാചലനം, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മോഷൻസ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ദോലനം എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ദോലനത്തിന് ഉദാഹരണമല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാണെന്നുള്ളതാണ്. ഊഞ്ഞാൽ, ഫാൻ, സീസോ, പെൻഡുലം. ഇപ്പൊ ഇത് പഠിക്കാനായിട്ട് ഉദാഹരണങ്ങളൊക്കെ കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഫിസിക്സ് നമുക്ക് ഒരിക്കലും കാണാതെ പഠിക്കാൻ പറ്റത്തുമില്ല. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ എന്ന് അതിന് ഇംഗ്ലീഷിൽ പറയാ, ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ. ഇപ്പൊ അനങ്ങാതെ കിടന്നാൽ അത് ഇവിടെ കിടക്കുമല്ലോ, അതാണ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വസ്തുവിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദോലനം എന്ന് വിളിക്കുന്നത്. ഊഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതല്ലേ, അപ്പൊ ഊഞ്ഞാൽ ഉറപ്പായിട്ടും ദോലനത്തിനകത്ത് വരുന്നതാണ്. ഫാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫാൻ എങ്ങനെയാ? ഫാൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ഇല്ല, ഒരൊറ്റ ഡയറക്ഷൻ തന്നെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നില്ല. സോ അത് ഒരിക്കലും ഇതിനകത്ത് പെടുന്നതല്ല. സീസോ എന്ന് പറയുന്നത് നമുക്കറിയാം, കുട്ടികളൊക്കെ ഇരുന്ന് പാർക്കിലൊക്കെ ഇരുന്ന് കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലേ, സീസോ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും ഓരോ ആൾക്കാരിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതാണ്. അതും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറയുന്ന ദോലനത്തിന് ഉദാഹരണമാണ്. പെൻഡുലം, നമ്മൾ ക്ലോക്കിന്റെ പെൻഡുലൊക്കെ പറയാറില്ലേ, അതുപോലെ ഈ കാണിച്ചിരിക്കുന്ന പെൻഡുലമാണ്. സിമ്പിൾ പെൻഡുലോ അല്ലെങ്കിൽ പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നതാണ്. അതും ദോലനത്തിന് ഉദാഹരണമാണ്. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്. അപ്പൊ എന്തായാലും ഇവിടെ ഫാൻ ദോലനത്തിന് ഉദാഹരണമല്ല. ഫാൻ എന്ന് പറയുന്നത് പല രീതിയിൽ പറയാം. ഫാൻ എന്ന് പറയുന്നത് ഭ്രമണത്തിന്റെ ഉദാഹരണമായിട്ട് പറയാം. ഫാനിന്റെ ദളങ്ങൾ മാത്രം പറയുന്ന സമയത്ത് പരിക്രമണത്തിന്റെ ഉദാഹരണമായിട്ട് പറയാം. ഫാനിന്റെ ദളങ്ങളുടെ അറ്റത്ത് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് വൃത്താകാര പാതയിലുള്ള അല്ലെങ്കിൽ വർത്തുള ചലനത്തിന് ഉദാഹരണമായിട്ടൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ പല രീതിയിൽ അതിനെ പറയാം. എന്തായാലും അവിടെ എന്തില്ല, ദോലനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഫാനിന്റെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫാൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണ് അടുത്തൊരു ചോദ്യം, ചക്കിന് ചുറ്റുമുള്ള കാളയുടെ ചലനം. ചക്കിന് ചുറ്റുമുള്ള കാളയുടെ ചലനം ഭ്രമണമാണോ, വർത്തുള ചലനമാണോ, നേർരേഖാ ചലനമാണോ, ദോലനമാണോ? അപ്പൊ ചക്കിന് ചുറ്റുമുള്ള കാള എന്നൊക്കെ പറയുമ്പോൾ ചക്ക് ചിലപ്പോൾ ഇപ്പൊ കോമൺ അല്ലേ, പണ്ടത്തെ എണ്ണയാട്ടുന്ന സംഭവമാണ്. അപ്പൊ ചക്കിന് ചുറ്റും കാള ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു അല്ലെ, അപ്പൊ അതെന്തായിരിക്കും? അത് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഓരോന്നിനെ കുറിച്ചും അറിയണം. ഭ്രമണം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് വസ്തുവിന്റെ ഉള്ളിലാണെങ്കിൽ, ആക്സിസ് എന്ന് പറയുന്നത് വസ്തുവിന്റെ ഉള്ളിലാണ്, അക്ഷം വസ്തുവിന്റെ ഉള്ളിലാണെങ്കിൽ അതിന് ചുറ്റുമുള്ള വസ്തുവിന്റെ ആ ഒരു മോഷനാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിലൂടെ ഭ്രമണം ചെയ്യുന്നു എന്നാ പറയാറ്. ഭ്രമണം, റൊട്ടേഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ്. ഭ്രമണം, ആക്സിസ് വസ്തുവിന്റെ ഉള്ളിൽ വരുന്നത്. ഇനി വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താ? വൃത്താകാര പാതയിലൂടെയുള്ള ഒരു വസ്തുവിന്റെ ചലനത്തെയാണ് നമ്മൾ വർത്തുള ചലനം എന്ന് പറയുന്നത്. ഒരു കല്ല് ചരടിൽ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സർക്കുലർ മോഷന്റെ എക്സാമ്പിൾ ആണ്. നേർരേഖാ ചലനം എന്താണ്? അങ്ങോട്ട് നേരെ ഒരു ലൈനിൽ തന്നെ ഒരു സാധനം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരു നൂല് കെട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ഉറുമ്പിനെ മൂവ് ചെയ്യിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലൂടെ ഒരു വണ്ടി നേരെ പോകുന്നു, അല്ലെങ്കിൽ ഒരു റെയിൽവേ പാളത്തിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ട്രെയിൻ പോകുന്നു, ഒരു 100 മീറ്റർ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ഒരു 100 മീറ്റർ റേസിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഓടുന്നു, ലിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു, ഒരു തേങ്ങ താഴേക്ക് വീഴുന്നു. ഇതൊക്കെ നേർരേഖയാണ്, നേരെ താഴേക്കാണ് അല്ലെ, നേരെയാണ് പോകുന്നത്. സ്ട്രെയിറ്റ് ലൈൻ, ഒരൊറ്റ ലൈനിലൂടെ തന്നെ സഞ്ചരിക്കുന്ന മോഷനാണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത്. ദോലനം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതിൽ എവിടെയാണ് ചക്കിന് ചുറ്റുമുള്ള കാളയുടെ ചലനം വരിക? സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ചിന്തിച്ചറിയാൻ പറ്റും. വർത്തുള ചലനമാണ് അല്ലെങ്കിൽ സർക്കുലർ മോഷനാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സർക്കുലർ മോഷനാണ്. ഭ്രമണം എന്താ? ഭ്രമണം എന്ന് പറയുന്ന വസ്തു സ്വന്തം ആക്സിസിലൂടെയാണ്, അതിന്റെ ഉള്ളിലെ ആക്സിസിലൂടെ വെച്ചുകൊണ്ടാണ് വസ്തു കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ ആ ഭ്രമണം പറയുന്ന സമയത്ത് വേറൊരു ടൈം കൂടി നിങ്ങൾ അറിയണം, പരിക്രമണം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിലൂടെ ഭ്രമണം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഭൂമി സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നു, അല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്നു. റൊട്ടേഷൻ പോലെ റെവല്യൂഷൻ ഉണ്ട്. എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ എന്നാണ് നമ്മൾ പറയുക. പരിക്രമണം ചെയ്യുന്നു. അതായത് അവിടുത്തെ കേന്ദ്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ആക്സിസ് എന്ന് പറയുന്നത് പുറത്താ. മനസ്സിലായോ? ആക്സിസ് എന്ന് പറയുന്നത് പുറത്താ. വസ്തു ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, ആക്സിസ് പുറത്താ. അപ്പൊ സൂര്യന് ചുറ്റും എന്ന് പറയുമ്പോൾ സൂര്യന്റെ അവിടെയല്ലേ അതിന്റെ കേന്ദ്രം, അത് പുറത്താ. മറ്റേത് വസ്തുവിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതായിരുന്നു ഭ്രമണം എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഇവിടെ വർത്തുള ചലനമാണ് ഇവിടുത്തെ ആൻസർ, ബാക്കിയുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി പൊടിമില്ലിലെ ചക്രങ്ങളുടെ ചലനം.
ഏതാണ്? ഭ്രമണമാണോ, വർത്തുളചലനമാണോ, നേർരേഖാചലനമാണോ, ദോലനമാണോ? അപ്പോൾ ഓരോ ആൾക്കാരും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പൊടിമില്ലിലെ ചക്രങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ടിട്ടില്ലേ, വാഹനങ്ങളുടെ ചക്രങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ടിട്ടില്ലേ, ഏത് ചക്രമായാലും അത് ഏത് ചക്രത്തെക്കുറിച്ച് ചോദിച്ചാലും ചക്രം, ടയർ എന്ന് പറയുന്നത് എന്താ? ഭ്രമണമാണ്. അപ്പൊ ടയർ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഇതിനകത്തൂടെ ഒരു കമ്പി പോലത്തെ ഒരു ഫിറ്റ് ചെയ്തിട്ടാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇതിങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് അതിനകത്ത് തന്നെയാണ് എന്തുള്ളത്? അതിനകത്ത് തന്നെയാണ് ആക്സിസ് ഉള്ളത്. അത് ഭ്രമണത്തിന് ഉദാഹരണമാണ്. ഏത് ചക്രം ചോദിച്ചാലും അത് ഭ്രമണത്തിന് ഉദാഹരണമായിരിക്കും. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഇനി വേഗതയുടെ അടിസ്ഥാന യൂണിറ്റ്. ഇപ്പൊ അളവുകളും യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വളരെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ SI യൂണിറ്റിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്, കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്, അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോളാണ്, അതേപോലെ തന്നെ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില ആണെന്നൊക്കെ പറഞ്ഞിട്ട് 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കാറുണ്ട്. ഈ ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ചേർന്നിട്ടുണ്ടാവുന്നതാണ് ഡിറൈവ്ഡ് വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ വ്യുൽപ്പന്ന അളവുകൾ യൂണിറ്റുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കുന്നതാണ്. ഫണ്ടമെന്റലും ഡിറൈവ്ഡും, അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും. അപ്പൊ അവിടെ SI യൂണിറ്റ്, ഈ അടിസ്ഥാന യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് SI യൂണിറ്റിനെ തന്നെയാണ്. പല യൂണിറ്റ് സിസ്റ്റത്തിൽ പല രീതിയിൽ പറയാറുണ്ട്. ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്, ഇന്ന് ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന SI യൂണിറ്റ് സിസ്റ്റമാണ്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ കിലോമീറ്റർ പെർ മിനിറ്റ് വരില്ല, മീറ്റർ പെർ മിനിറ്റ് വരില്ല, കിലോമീറ്റർ പെർ അവറുമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. പക്ഷെ അതുമല്ല. പിന്നെ ഏതാ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. കാരണം ലെങ്തിന്റെ യൂണിറ്റ് മീറ്ററും സെക്കൻഡ് ആണ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് SI യൂണിറ്റിൽ. സോ മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത, സ്പീഡിന്റെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മോഷൻ എന്ന് പറയുന്ന ആശയത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് ആണ്. എന്താണ്? ചലിക്കുന്ന വസ്തുവിന്റെ സ്ഥാനാന്തരം ദൂരത്തിന് തുല്യമാണ്. സ്ഥാനാന്തരം ദൂരത്തിന് തുല്യമോ കൂടുതലോ ആകാം. സ്ഥാനാന്തരം ദൂരത്തിന് തുല്യമോ കുറവോ ആകാം. ദൂരത്തേക്കാൾ കൂടുതലാണ്. അപ്പൊ ഒരു സാധനം, ഒരു വസ്തു ചലിക്കുന്നു എന്ന് പറയുമ്പോൾ, മോഷനിലാണ് എന്ന് പറയുമ്പോൾ, ചലിക്കുന്ന വസ്തുവിന്റെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. കാരണം ദൂരം സ്ഥാനാന്തരം വെച്ചിട്ട് ഈവൻ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എക്സാമിൽ പോലും ആവർത്തിച്ച് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ്. LP-UP കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു സാധനമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഓരോ സാധനം എന്താണെന്ന് അറിയാമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക. സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ, ഇവിടെ A എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ B എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു റൂട്ട് ഇതാണ് അങ്ങോട്ടേക്ക് ചെന്നിരിക്കുന്ന റൂട്ട്, വേറൊരു റൂട്ട് ഇതാ ഈ വഴി ചെന്നു. ഓക്കെ. വേറെ നേരെ ഒരു ലൈൻ വരച്ചാൽ ആ വഴി ചെല്ലാം. ഓക്കെ. അപ്പൊ റൂട്ട് നമുക്ക് A എന്ന് വേണ്ട, X Y ദെൻ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ളത് Z എന്നും ഞാൻ വെറുതെ പേരിട്ടു. ഇതൊരു 300 മീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചു. 300 മീറ്റർ. ഇതൊരു 400 മീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചു. ഇതാണെങ്കിൽ 100 മീറ്ററേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് ടോട്ടൽ ട്രാവൽ ചെയ്ത പാത്തിന്റെ ലെങ്ത് ആണ്. അതായത് ഒരു സാധനം മുഴുവനായിട്ട് ആ റൂട്ട് വഴി പോകുമ്പോൾ മൊത്തം പോയ വഴി മുഴുവൻ അളന്ന് നോക്കിയാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ദൂരം കിട്ടുള്ളൂ. ദൂരം എന്ന് പറയുന്നത് പാതയുടെ നീളമാണ്, പാത്തിന്റെ ലെങ്ത് ആണ്. സഞ്ചരിച്ച പാതയുടെ മൊത്തം നീളത്തെയാണ് ദൂരം എന്ന് പറയുന്നത്. ഏതെല്ലാം വഴി പോയോ അതെല്ലാം കൂടി ആഡ് ചെയ്യേണ്ടി വരും. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഒരു അദിശ അളവാണ്. അതിന് ദിശയില്ല. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഓർത്തിരിക്കണം. ഇനി ഇവിടെ നോക്കൂ, എയിൽ നിന്ന് X എന്ന് പറയുന്ന റൂട്ട് വഴി ബിയിലേക്ക് ചെന്ന ഒരാളുടെ ദൂരം എന്ന് പറയുന്നത് 300 മീറ്റർ ആണ്. ഓക്കെ. ഇപ്പുറത്ത് എയിൽ നിന്ന് Y റൂട്ട് വഴി ബിയിലേക്ക് ചെന്ന ഒരാളുടെ ദൂരം എന്ന് പറയുന്നത് 400 മീറ്റർ ആണ്. ഓഫ് കോഴ്സ് എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രൈറ്റ് ലൈൻ Z റൂട്ട് വഴി പോയവർക്ക് 100 മീറ്ററുമാണ് ദൂരം എന്ന് പറയുന്നത്. ഓർത്തിരിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരവും ദൂരവുമായിട്ടുള്ള വ്യത്യാസം എന്താ വരുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഏത് വഴി വേണമെങ്കിലും പൊക്കോട്ടെ, ഏത് റൂട്ട് വേണമെങ്കിലും പൊക്കോട്ടെ, ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം അഥവാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, എതിലേ പോയാലും ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക, സ്ഥാനാന്തരം എന്ന് പറയുക. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്ററാ. സ്ഥാനാന്തരം ഒരു വെക്ടർ ക്വാണ്ടിറ്റി അഥവാ സദിശ അളവാണ്. ഓർത്തിരിക്കണം. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് X വഴി പോയാലും Y വഴി പോയാലും Z വഴി പോയാലും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഒന്ന് തന്നെ, അത് 100 മീറ്റർ ആണ് എന്ന് ഓർത്തിരിക്കുക. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. അങ്ങനെയാണ് എന്റെ ചോദ്യം. A വഴി ബിയിലേക്ക് ചെന്നു, X റൂട്ട് വഴി ബിയിലേക്ക് ചെന്നു, ദെൻ തിരിച്ചു Y റൂട്ട് വഴി എയിലേക്ക് തിരിച്ചു വന്നു. എയിൽ നിന്ന് X റൂട്ട് വഴി ബിയിലേക്ക്, ബിയിൽ നിന്ന് Y റൂട്ട് വഴി എയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഡിസ്റ്റൻസ് അഥവാ ദൂരം എത്രയാണ്? സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്?
ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? ആദ്യം പോയ വഴി 300 മീറ്റർ പ്ലസ് രണ്ടാമത് വന്ന വഴി 400 മീറ്റർ, ടോട്ടൽ എത്രയാ? 700 മീറ്റർ. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇവിടെ എയിൽ നിന്ന് പോയി തിരിച്ച് എയിൽ തന്നെ എത്തിയത് കൊണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാ? 0 സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും ഒരു സ്ഥലം തന്നെ ആയാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആണ്. ഒറ്റ കാര്യം ഓർത്താൽ മതി. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപാട് വഴി കറങ്ങി നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ദൂരം ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പോയ മുഴുവൻ പാതയും അളന്നു നോക്കി കണ്ടുപിടിക്കേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ സ്ഥാനാന്തരം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 0. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, വീട്ടിൽ തന്നെ തിരിച്ചു വന്നു. അപ്പൊ ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ഇനി ഒരു പ്രധാനപ്പെട്ട ആശയം കൂടി അവിടെ ഉണ്ട്. ദൂരവും സ്ഥാനാന്തരവും എപ്പോഴെങ്കിലും തുല്യമാകാമോ? ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രൈറ്റ് ലൈൻ വഴിയാ പോയെങ്കിൽ 100 മീറ്റർ എന്നുള്ളത് തന്നെയാണ് സ്ഥാനാന്തരവും, 100 മീറ്റർ തന്നെയുള്ളതാണ് ദൂരവും. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണെങ്കിൽ ഒരു നേർരേഖയിലൂടെ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്ക് പോയാൽ അവിടെ സ്ഥാനാന്തരവും ദൂരവും തുല്യമാവാം. അല്ലാത്ത എല്ലാ കേസിലും ദൂരം സ്ഥാനാന്തരത്തെക്കാൾ കൂടുതലായിരിക്കും. ഒരിക്കലും സ്ഥാനാന്തരം ദൂരത്തെക്കാൾ കൂടുതൽ വരില്ല. ഇത്ര ആശയങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സ്ഥാനാന്തരം ദൂരത്തിന് തുല്യമാണ്. സ്ഥാനാന്തരം ദൂരത്തിന് തുല്യമോ കൂടുതലോ ആകാം, സ്ഥാനാന്തരം ദൂരത്തിന് തുല്യമോ കുറവോ ആകാം, ദൂരത്തെക്കാൾ കൂടുതലാണ്. അതിന്റെ ആൻസർ അവിടെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? സ്ഥാനാന്തരം ദൂരത്തിന് തുല്യമാകാം, അല്ലേ പിന്നെ എപ്പോഴും എന്തേ ആവുള്ളൂ? കുറവേ ആവുള്ളൂ. ഒരു മോഷനിൽ സ്ഥാനാന്തരം വേണമെങ്കിൽ 0 വരെ ആവാം. പക്ഷേ മോഷനിലുള്ള ഒരു വസ്തുവിന് ദൂരം ഒരിക്കലും 0 ആവില്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം. നേരത്തെ നമ്മൾ പറഞ്ഞ പലതരത്തിലുള്ള ചലനങ്ങളുടെ ഉദാഹരണം തന്നെയാണ്. ഒരു പമ്പരം കറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിൻ്റെ ഒരു ആണി ഉണ്ടാവും താഴേക്ക്, അതേ ചുറ്റിയാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പമ്പരം കറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ആണി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു. ഉള്ളിൽ ആക്സിസ് ഉള്ള ഏത് മോഷനാന്ന് പറഞ്ഞു? അത് ഭ്രമണമാണ്. പമ്പരം ഭ്രമണമാണ്, പരിക്രമണമല്ല, ഭ്രമണമാണ്, അഥവാ റൊട്ടേഷൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള വാർഷിക ചലനത്തിൽ ഭൂമി ഏതാ? പരിക്രമണമാണോ, ഭ്രമണമാണോ, നേർരേഖ ചലനമാണോ, ദോലനമാണോ? എല്ലാവർക്കും അറിയാലോ, അതേതാ? പരിക്രമണ ചലനമാണ്. ഭ്രമണം എന്താ? ഭൂമിയുടെ സ്വന്തം ആക്സിസിലൂടെയുള്ള കറക്കത്തെയാണ് അതിന്റെ ഭ്രമണം എന്ന് പറയുക. ചെണ്ടയുടെ തോലിന്റെ ചലനം ഡാഷിന് ഉദാഹരണമാണ്. ഇപ്പൊ ഒരു ചെണ്ടയുടെ തോലിന്റെ ചലനം പരിക്രമണമാണോ, ഭ്രമണമാണോ, ദോലനമാണോ, കമ്പനമാണോ? ചെണ്ടയുടെ തോല്, അതുപോലെ ട്യൂണിങ് ഫോർക്ക്, അതുപോലെ വീണയുടെ കമ്പി. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയുടെ കൈ വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്ത്? വൈബ്രേഷൻ അഥവാ കമ്പനം. ശബ്ദമുണ്ടാവുന്നതിന് കാരണം കമ്പനമാണ്. വളരെ പെട്ടെന്നുള്ള, വളരെ ക്വിക്കായിട്ടുള്ള ഓസിലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ദോലനങ്ങളെ തന്നെയാണ് കമ്പനം എന്നും പറയാ. അതായത് വളരെ പെട്ടെന്നുള്ള ദോലനങ്ങൾ, വളരെ കൂടിയ പെട്ടെന്നുള്ള ഫ്രീക്വൻസി വളരെ കൂടിയ ദോലനങ്ങളെയാണ് കമ്പനം എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ടും തത്വത്തിൽ ഒന്ന് തന്നെയാണ്, പക്ഷെ വളരെ ക്വിക്കായിട്ടുള്ള ഓസിലേഷൻസിനെയാണ് നമ്മൾ വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെണ്ടയുടെ തോലിന്റെ എല്ലാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ദോലനത്തെക്കാളും ശരിയായിട്ടുള്ള ആൻസർ കമ്പനം തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് വർത്തുള ചലനം, ക്രമാവർത്തന ചലനം, പരിക്രമണം, ഭ്രമണം. കൃത്യമായ സമയയിടവേളകളിൽ ആവർത്തിച്ചു വരുമെങ്കിൽ, ഇപ്പോൾ ഭൂമി സൂര്യന് ചുറ്റും 365 ദിവസം കൊണ്ട് കറങ്ങി തിരിച്ചു വരും. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ കൃത്യമായ സമയ ഇടവേളകളിൽ കൃത്യമായി ആവർത്തിക്കുന്നു, അത് ക്രമമായി ആവർത്തിക്കുന്നു, അത് ക്രമാവർത്തന ചലനം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. സമയത്തിൽ ആവർത്തിച്ച് വരുന്ന ക്രമാവർത്തന ചലനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അവിടെ ഒരു പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. എല്ലാ ദോലനങ്ങളും ക്രമാവർത്തന ചലനങ്ങളാണ്. എന്നാൽ എല്ലാ ക്രമാവർത്തന ചലനങ്ങളും ദോലനങ്ങളല്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. എല്ലാ ക്രമാവർത്തന ചലനങ്ങളും ദോലനങ്ങളല്ല, പക്ഷെ എല്ലാ ദോലനങ്ങളും ക്രമാവർത്തന ചലനമാണ് എന്നുള്ളത് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് അവിടെ ഓർത്തിരിക്കുക. അടുത്ത്, വാഹനത്തിലെ വൈപ്പറിന്റെ ചലനം ഏതു തരം ചലനമാണ്? വാഹനത്തിന്റെ വൈപ്പറിന്റെ ചലനം ഞാൻ ഓൾറെഡി പറഞ്ഞാണ് അല്ലേ? അവിടെ ഭ്രമണം, ദോലനം, കമ്പനം, വർത്തുള ചലനം ഉണ്ട്. ഏതാ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് ദോലനമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കൂടുതലും അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പലതരം ചലനങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള PSCയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ആ ഒരു മേഖല വിട്ടിട്ട് നമ്മൾ അടുത്തൊരു മേഖലയിലേക്ക് വരും. ഇപ്പൊ ദൂരവും സ്ഥാനാന്തരം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒക്കെ നമ്മൾ പറഞ്ഞു. ആ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ അടുത്ത മേഖലയിലേക്ക് പോവാണ്. തൽക്ഷണ വേഗം അല്ലെങ്കിൽ വേഗം എന്നത് പ്രവേഗത്തിന്റെ പരിമാണമാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. തൽക്ഷണ വേഗം, ഇൻസ്റ്റന്റീനിയസ് സ്പീഡ് അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്നത് പ്രവേഗത്തിന്റെ മാഗ്നിറ്റ്യൂഡാണ്. ഈ പരിമാണം എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡിന്റെ മലയാളമാണ്. ഒരു ക്ഷണസമയത്തിലുള്ള ത്വരണം എന്നത് ആ ക്ഷണസമയത്തിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ തൊടുവരയുടെ ചെരിവാണ്. ഇപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ തൊടുവരയുടെ ചെരിവ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ സ്ലോപ്പ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടുത്തെ ത്വരണമാണോ അറിയണം.
ഇനി വേഗത്തിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണ് ത്വരണം ഉണ്ടാവുന്നത്. ത്വരണത്തിന്റെ വില പ്രവേഗത്തെ പോലെ പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ പൂജ്യമോ ആവാം. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏത് ഒരെണ്ണം തെറ്റാണ്, ഏതാണ് ഓരോന്നായിട്ട് നോക്കാം. തൽക്ഷണ വേഗം അല്ലെങ്കിൽ വേഗം എന്നത് സ്പീഡ് എന്നത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്, ശരിയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്ഥാനാന്തരം ബൈ സമയമാണ് പ്രവേഗം, ദൂരം ബൈ സമയമാണ് വേഗം. വ്യത്യാസം മനസ്സിലായല്ലോ. പ്രവേഗം വെക്ടറും വേഗം സ്കെയിലാറുമാണ്. പ്രവേഗത്തിന് ഡയറക്ഷൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഈ പ്രവേഗത്തിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ കിട്ടുന്നത് വേഗമാണ്. അപ്പൊ അത് ശരിയാ. അതായത് തൽക്ഷണ വേഗം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ്, ഒരു പർട്ടിക്കുലർ സമയത്തുള്ള വേഗം എന്ന് പറയുന്നത് ആ പ്രവേഗത്തിന്റെ പരിമാണമാണ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ക്ഷണ സമയത്തിലുള്ള ത്വരണം എന്നത് ആ ക്ഷണത്തിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ തൊടുവരയുടെ ചെരിവാണ്. ഗ്രാഫിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിപ്പിക്കാം മറ്റൊരു അവസരത്തിൽ, നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ എടുക്കുന്നതെന്ന് പറയുന്നത് ആക്സലറേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ നിങ്ങൾ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്താലും നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അതും ശരി തന്നെയാണ്, പഠിച്ചിട്ടില്ല എങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് വളരെ വിശദമായിട്ട് മറ്റൊരു അവസരത്തിൽ തിയറിയിൽ ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. വേഗത്തിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണോ ത്വരണം ഉണ്ടാകുന്നത്, അത് അറിയണം. ത്വരണത്തിന്റെ വില പ്രവേഗത്തെ പോലെ പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ പൂജ്യമാവാം. ത്വരണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അത് മൊത്തം. പ്രവേഗം പോസിറ്റീവോ നെഗറ്റീവോ പൂജ്യമോ ആകാം. അതുപോലെ തന്നെ അക്സലറേഷൻ എന്താവാം, പോസിറ്റീവോ നെഗറ്റീവോ പൂജ്യമാകാം. പോസിറ്റീവ് അക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ വണ്ടിയുടെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇറക്കത്തിൽ നിന്ന് ഒരു ബോൾ ഉരുട്ടി വിടുന്നു, അത് പോസിറ്റീവ് അക്സലറേഷനാണ്. കയറ്റത്തിലേക്ക് ഒരു ബോൾ കയറ്റി വിടുന്നു, നെഗറ്റീവ് അക്സലറേഷൻ. ഒരു വണ്ടി നിർത്താറായി ബ്രേക്ക് ഇടുന്നു, നെഗറ്റീവ് അക്സലറേഷൻ. അതിനെ മന്ദീകരണം, ഡീസലറേഷൻ എന്നൊക്കെ പറയും. മന്ദീകരണം എന്ന് അതിന് മലയാളത്തിൽ പറയാം. അതും പഠിക്കാനുള്ള. സീറോ അക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ വെലോസിറ്റിക്ക് മാറ്റം ഇല്ലെങ്കിൽ അത് സീറോ അക്സലറേഷനാണ്. അങ്ങനെ മൂന്നും പോസിബിൾ ആണ്, അത് ശരിയാ. അപ്പോൾ ഉറപ്പായിട്ടും ആൻസർ ഏതാ? ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. വേഗത്തിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണ് ത്വരണം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല, ഓർത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രവേഗ മാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വേഗമായതുകൊണ്ടാണോ അത് തെറ്റായത്? അല്ല, വേഗം മാറുന്നത് കൊണ്ട് എന്ത് വരാം? ത്വരണം വരാം. അല്ലെങ്കിൽ പ്രവേഗത്തിന്റെ മാറ്റം എന്ന് പറയുമ്പോൾ അതിൽ വേഗതയ്ക്കുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് എന്തുണ്ടാവാം? ത്വരണം ഉണ്ടാവാം. പക്ഷേ വേഗത സ്ഥിരമായിരുന്നാൽ തന്നെ ദിശ മാറിയാലും ത്വരണം ഉണ്ടാവാം. ഉദാഹരണം പറയാം. ഒരു സർക്കുലാർ മോഷൻ, ഒരു ചരട് കല്ലിൽ കെട്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. ഒരേ പ്രവേഗത്തിൽ, ഒരേ വേഗത്തിൽ, പ്രവേഗം എന്ന് പറയണ്ട, ഒരേ വേഗത്തിൽ യൂണിഫോം സ്പീഡിൽ ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ പോയിന്റിലും ഇതിന്റെ ദിശ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പോയിന്റിലും ദിശ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദിശ മാറുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദിശ മാറുമ്പോൾ അവിടെ വെലോസിറ്റി മാറുന്നില്ലേ? വെലോസിറ്റിയുടെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ആക്സലറേഷൻ ഉണ്ടാകുന്നില്ലേ? സർക്കുലാർ മോഷനിലെ ആക്സലറേഷൻ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ, അഭികേന്ദ്ര ത്വരണം എന്നൊക്കെ വിളിക്കും. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും ഡയറക്ഷൻ, ദിശ മാറിയാലും എന്ത് വരാം? ത്വരണം ഉണ്ടാകും. അപ്പോൾ വേഗത്തിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം 10 മീറ്റർ/സെക്കൻഡ് ആയാൽ 4 സെക്കൻഡ് സമയത്തിന് ശേഷം അതിന്റെ പ്രവേഗം എത്രയാണ്? കുഞ്ഞു പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ഇമ്പോർട്ടൻ്റാ. അപ്പൊ ഇവിടെ നോക്കൂ, 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ സമത്വരണം എന്ന് പറയുമ്പോൾ ആക്സലറേഷന്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ദെൻ പ്രവേഗം ഒരു വസ്തുവിന്റെ 10 മീറ്റർ/സെക്കൻഡ് ആയി മാറി. അതായത് സമത്വരണത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം 10 മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറാണ്. v = 10 മീറ്റർ/സെക്കൻഡ്. 4 സെക്കൻഡ് സമയത്തിന് ശേഷം അതിന്റെ പ്രവേഗം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 4 സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ പ്രവേഗം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ട മെത്തേഡ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. v = u + at. 9ന്റെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ s = ut + ½ at² ആൻഡ് v² - u² = 2as. ഇങ്ങനത്തെ 3 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇവിടെ v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, a എന്ന് പറയുന്നത് അക്സലറേഷൻ ആണ്, t എന്ന് പറയുന്ന ടൈം ആണ്, s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. പ്രവേഗം അന്ത്യപ്രവേഗം v, ആദ്യപ്രവേഗം u, ത്വരണം a, സമയം t, സ്ഥാനാന്തരം s. ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ v എന്ന് ജനറലി പറഞ്ഞുള്ളൂ വെലോസിറ്റി. അവിടുത്തെ ഏത് വെലോസിറ്റി ആണെന്ന് നോക്കണം. 10 മീറ്റർ/സെക്കൻഡ് ആയിരുന്നത് പിന്നീട് 4 സെക്കൻഡിന് ശേഷം അതിന്റെ പ്രവേഗം കാണണ്ടേ. അപ്പൊ ഈ 4 സെക്കൻഡിന് ശേഷമുള്ള പ്രവേഗത്തെയാണ് നമ്മൾ ഫൈനൽ അന്ത്യപ്രവേഗം v എന്ന് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ പ്രവേഗത്തിന് എന്ത് കൊടുക്കാൻ പറ്റും? u എന്ന് കൊടുക്കാൻ പറ്റും. u 10 മീറ്റർ/സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം, v കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിപ്പോ നേരത്തെ കണ്ട ഇക്വേഷൻ ഉണ്ട്, ഏതാ? v = u + at. v അറിയില്ല, u അറിയാം, 10 ആണെന്ന് അറിയാം. ആക്സലറേഷൻ തന്നിട്ടുണ്ട് 2 ആണെന്ന് തന്നിട്ടുണ്ട്. 2 t എത്രയാണ്? t 4 സെക്കൻഡ് സമയത്തിന് ശേഷമാണ്. അപ്പൊ എത്ര ആൻസർ കിട്ടും നോക്കിയേ. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നല്ലേ ഉള്ളൂ. ഓപ്ഷനിലുണ്ടല്ലോ 18
മീറ്റർ പെർ സെക്കൻഡ് ആൻസർ കണ്ടോ. വി ഈക്വൽ ടു യു പ്ലസ് AT, എസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ, ഹാഫ് AT സ്ക്വയർ ആണ്. എസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ഞാൻ ആദ്യം എഴുതി വിട്ടുപോയിട്ടുണ്ട്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2AS. 3 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഓർത്തിരുന്നോളൂ, അത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. 72 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിന്റെ 200 മീറ്റർ ദൂരം സഞ്ചരിച്ച് നിശ്ചലാവസ്ഥയിൽ എത്തിക്കുന്നു. മന്ദീകരണം എത്ര? അവിടെ വീണ്ടും മന്ദീകരണം ആരാ? ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. സമയത്തിനനുസരിച്ച് വെലോസിറ്റി കുറയുന്നു. നെഗറ്റീവ് അക്സലറേഷൻ ആണ് മന്ദീകരണം എന്ന് വിളിക്കുന്നത്. അവിടെ 72 km/h വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞൊരു ട്രെയിൻ 200 മീറ്റർ ദൂരം സഞ്ചരിച്ചു നിശ്ചലാവസ്ഥയിൽ എത്തുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 200 മീറ്റർ ഉണ്ട്, ദെൻ വെലോസിറ്റി 72 km/h ഉണ്ട്. അവിടുത്തെ അക്സലറേഷൻ കണ്ടുപിടിക്കണം. ഇപ്പൊ പറഞ്ഞ 3 ഇക്വേഷൻസ് ഒരെണ്ണമാണ് ഉപയോഗിക്കേണ്ടത്. ഏതാണെന്ന് നോക്കാം. അതായത് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2AS അല്ലെങ്കിൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2AS എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ അവിടെ ആദ്യം നിങ്ങളൊരു കാര്യം നോക്കേണ്ടത് യു ഈസ് ഈക്വൽ ടു 72 km/h എന്നുള്ളതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഇത് ഓർത്തിരുന്നോണേ, ഇമ്പോർട്ടന്റ് ആണ്. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ എത്രയാ? അപ്പൊ നമുക്ക് ഇവിടെ 72നെ 4ആയിട്ട് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20 ആൻസർ കിട്ടും. 20 മീറ്റർ പെർ സെക്കൻഡ് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാ? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാ? അത് നിശ്ചലാവസ്ഥയിലായിരിക്കുന്നു എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 കണ്ടോ, 0 ഫൈനൽ വെലോസിറ്റി 0. അപ്പൊ V0 എന്ന് എടുക്കാം. ദെൻ വേറെ ആരാ ഉള്ളേ? നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും A is equal to U square by 2S എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മന്ദീകരണം ആയതുകൊണ്ടാണ് കേട്ടോ അവിടെ മൈനസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ദെൻ A equal to U square by 2S എന്നുള്ള ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ യുവിന്റെ വാല്യൂ 20ന്റെ സ്ക്വയർ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനീഷ്യൽ വെലോസിറ്റി 72 എന്നുള്ള 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കണ്ടു. അപ്പൊ അത് 400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 200. നോക്കിക്കേ, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻസർ കിട്ടും. അത് മന്ദീകരണമാണ്, അതുകൊണ്ട് അവിടെ തന്നെ മൈനസ് ഇട്ട് ചെയ്ത് ആദ്യമേ തന്നെ മൈനസ് ഇട്ട് ചെയ്ത് നമ്മൾ അതിന്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി കറക്റ്റ് വാല്യൂ എത്ര മൈനൂടി പറഞ്ഞു കഴിഞ്ഞാൽ -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള രീതിയിലും പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. മന്ദീകരണം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അക്സലറേഷൻ ആണെന്ന് ഇൻബിൽറ്റ് ആയിട്ട് അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ PSC ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. അതായത് ഒരു കാര്യവും അതിൻ്റെ ഒരു കാരണമായിട്ട് 2 സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ട്. അസേർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്, റീസൺ ശരിയായ വിശദീകരണമാണ് അസേർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്, റീസൺ അസേർഷന്റെ ശരിയായ വിശദീകരണം അല്ല. പിന്നെ A ശരിയാണ്, അസേർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്, Aയും Rഉം തെറ്റാണ്. ഇങ്ങനെ പല രീതിയിൽ ഓപ്ഷൻസ് വരാം. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് 2 സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് വായിക്കുക. ഒന്നാമത് നോക്കൂ, സ്ഥാനാന്തരം 0മായ വസ്തുവിന്റെ ദൂരം 0 ആകണമെന്നില്ല. സ്ഥാനാന്തരം 0മായ വസ്തുവിന്റെ ദൂരം 0 ആകണം എന്നില്ല. ശരിയല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, ഡിസ്പ്ലേസ്മെന്റ് 0 ആയിക്കോട്ടെ, പക്ഷെ ഡിസ്റ്റൻസ് 0 ആണെന്ന് നിർബന്ധമുണ്ടില്ല. ആ പോയ വഴി മുഴുവൻ അളന്ന് നോക്കണം. നമ്മൾ വീട്ടിലേക്ക് വരുന്നവരൊക്കെ ഉദാഹരണം പറഞ്ഞിരുന്നു. അപ്പൊ അത് ശരിയാണെന്ന് ആദ്യം തന്നെ കാണാൻ പറ്റും. അപ്പൊ ഉറപ്പായിട്ട് A ശരിയാണ് എന്നുള്ളതായിരിക്കും ഓപ്ഷൻ. A തെറ്റാണ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ക്യാൻസൽ ചെയ്യാം. ദെൻ റീസൺ നോക്കൂ, സ്ഥാനാന്തരം ഒരു സദിശ അളവും ദൂരം ഒരു അദിശ അളവുമാണ്. അതാണ് റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ റീസൺ ശരിയാണോ? ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതും ശരിയാ, റീസണും ശരിയാണ്. അപ്പൊ ഇത് റീസൺ തെറ്റാണെന്നുള്ളത് ഓപ്ഷൻ തെറ്റാ. ഇനി റീസൺ ശരിയായ വിശദീകരണമാണെന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് 0 ആവുന്നത് എന്തുകൊണ്ടാ? സ്ഥാനാന്തരം 0 ആവുന്നത് എന്തുകൊണ്ടാ? അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിന് ദിശ നോക്കേണ്ടതുകൊണ്ട് വരുന്നതുകൊണ്ടാണ് ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തുമ്പോൾ 0 ആയിട്ട് വരുന്നത്. അത് ശരിയല്ലേ? മറ്റൊരു അദിശ അളവായതുകൊണ്ട് അതിന് ദിശ നോക്കണ്ട, മൊത്തം ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ആൻസർ ഏതാ? അസേർഷനും റീസണും ശരിയാണ്. അസേർഷൻ റീസൺ ശരിയാണ്. റീസൺ അസേർഷന്റെ ശരിയായ വിശദീകരണവുമാണ് എന്നുള്ള ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യണമെങ്കിൽ കൺസെപ്റ്റ് നന്നായി പഠിച്ച ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ഓരോ ടോപ്പിക്കുകളെയും വളരെ വിശദമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ ചർച്ച ചെയ്യുന്ന, തിയറി പഠിച്ച ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യനിലൂടെ ചർച്ച ചെയ്യുന്ന രീതിയാണ് ചോദ്യപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. അടുത്ത അസേർഷനിലേക്ക് വന്നു. അടുത്ത് നോക്കൂ, ഒരു വസ്തുവിന്റെ ത്വരണം 0 അല്ലെങ്കിൽ അതിന് സ്ഥിരപ്രവേഗമായിരിക്കാം. പ്രവേഗത്തിന്റെ സമയത്തിനനുസരിച്ചുള്ള മാറ്റമാണ് ത്വരണം. ഒരു വസ്തുവിന്റെ ത്വരണം 0 അല്ലെങ്കിൽ അതിന്റെ സ്ഥിരപ്രവേഗമായിരിക്കാം. അതെന്ത് ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി. ഒരു വസ്തുവിന്റെ ത്വരണം 0 അല്ലെങ്കിൽ, അതായത് അക്സലറേഷൻ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്, സ്ഥിരപ്രവേഗമായിരിക്കുമോ?
സ്ഥിരപ്രവേഗത്തിലാണെങ്കിൽ ത്വരണം 0 ആയിരിക്കും, ഒരു സംശയം വേണ്ട. അക്സലറേഷൻ 0 ആവുന്ന എപ്പോഴാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി 0 ആകുമ്പോഴോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് അക്സലറേഷൻ 0 ആവുന്നത്. അപ്പൊ അക്സലറേഷൻ 0 അല്ല, അതിന്റെ അർത്ഥം സ്ഥിരപ്രവേഗത്തിലല്ല എന്നുള്ളതാണ്. അപ്പൊ അസേർഷൻ തെറ്റാന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അപ്പൊ ഇത് ഈ ഓപ്ഷനും അല്ല, ഈ ഓപ്ഷനും അല്ല, ഈ ഓപ്ഷനും അല്ല. കണ്ടോ, ആൻസർ ആയി, അപ്പൊ തന്നെ ആൻസർ ആയി. റീസൺ നോക്കിയേ, പ്രവേഗത്തിന്റെ സമയത്തിനനുസരിച്ചുള്ള മാറ്റമാണ് ത്വരണം. ശരിയല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ത്വരണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. ദെൻ 6 ശരിയാണ്, പക്ഷേ എ തെറ്റാണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് അവിടെയും പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ വളരെ വിശദമായിട്ട് ഓരോ ടോപ്പിക്കുകൾ, ഇപ്പൊ ഞാൻ നോക്കൂ, പലതരം ചലനങ്ങളെ കുറിച്ചും സ്ഥാനാന്തരം, ദൂരം, വെലോസിറ്റി, അക്സലറേഷൻ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഓരോ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓരോ കണ്ടന്റുകളെയും വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളുമായിട്ടായിരിക്കും ചോദ്യപ്പെട്ടിയിലൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു തുടക്കമാവട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ 1500ഓളം വിദ്യാർത്ഥികൾ, അതിലധികം വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം പിടിപ്പിക്കാനായിട്ട് കഴിഞ്ഞ ബാച്ചിലൂടെ എൻട്രിക്ക് സാധിച്ചിട്ടുണ്ട്. ആ വിജയത്തിന്റെ തുടർച്ച ഇനി വരും വർഷങ്ങളിലും ആവർത്തിക്കും. അതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ അടുത്ത വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പരിശ്രമം തുടങ്ങുക. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്താനാവട്ടെ നമ്മുടെ മത്സരം. അതിനുള്ള എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരെയാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത എക്സാമിലും. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം.